സംസ്ഥാനത്തെ റോഡ് സുരക്ഷാ നടപടികൾ കർശനവും കാര്യക്ഷമവുമാക്കുമെന്ന് ഗതാഗത കമ്മീഷണർ CH നാഗരാജു IPS. ഏകീകൃത രജിസ്ട്രേഷൻ നടപടികൾ നടപ്പാക്കുമെന്നും CH നാഗരാജു IPS ആലപ്പുഴയിൽ പറഞ്ഞു. റോഡ് സേഫ്റ്റി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഓഫീസേഴ്സിനെ നമുക്ക് റോഡ് സേഫ്റ്റി എങ്ങനെ കൂട്ടാൻ പറ്റും, എൻഫോഴ്സ്മെൻറ്റ് എങ്ങനെ കൂട്ടാൻ പറ്റും, അതർവൈസ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എന്തായാലും വണ്ടിയുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ആയാലും റോഡ് സേഫ്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനെ നമ്മൾ എങ്ങനെ കുറച്ചുകൂടെ കാര്യക്ഷമമാക്കാൻ പറ്റും എന്നുള്ള ഒരു അവലോകനമായിരുന്നു. നമുക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പോലെ യൂണിഫൈഡ് രജിസ്ട്രേഷൻ ഉണ്ടാവണം സ്റ്റേറ്റ് മൊത്തം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ സോഫ്റ്റ്വെയർ ചേഞ്ചസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് കൊണ്ടുവരണമെങ്കിൽ. കാരണം ഓരോ ജില്ലയ്ക്ക് ഓരോ സ്പെസിഫിക് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് മൊത്തം നമ്മൾ യൂണിഫൈഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടി. എങ്ങനെ നമുക്ക് യൂണിഫൈഡ് നമ്പർ, കാരണം കുറച്ച് ആൾക്കാർക്ക് ഫാൻസി നമ്പേഴ്സ് വേണം, എല്ലാവർക്കും 01 തന്നെ വേണം, എല്ലാവർക്കും 07 തന്നെ വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ എങ്ങനെ തീർക്കണം എന്ന സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമ്മിറ്റി ഫോം ചെയ്ത് സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. അത് NIC ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. സോ NIC ആയിട്ട് നമ്മൾ വി ആർ ഇൻ ടച്ച്. സോ ദേ വിൽ ഡു ഇറ്റ് ഫാസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഓണറബിൾ ഹൈക്കോർട്ട്സ് ഡയറക്ഷൻ. സോ ദേ വിൽ പുട്ട് ഓൾ ദെയർ റിസോഴ്സസ് ആൻഡ് മൈൻഡ്സ് ആൻഡ് വിൽ ഹാവ് ടു ഡു ഇറ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ പിന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ല. നമ്മളൊരു അൺതിങ്കിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ചേഞ്ചസ് ചെയ്ത് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് പ്രശ്നങ്ങൾ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ടെസ്റ്റിംഗ് ചെയ്യും. ആദ്യം ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ട് വേണം പിന്നെ ഒരു ആക്ച്വൽ വെർഷൻ ഇറക്കേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഐ കനോട്ട് ഗിവ് എ ടൈം ലൈൻ, ബട്ട് വി വിൽ ഡെഫിനറ്റ്ലി കംപ്ലൈ വിത്ത് ദ ഓണറബിൾ കോർട്ട്സ് ഓർഡർ. ഇറ്റ്സ് എ വെരി പ്രോഗ്രസീവ് കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. റോഡ് സുരക്ഷാ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുമെന്ന CH നാഗരാജു. റോഡ് സുരക്ഷാ നടപടികൾ കാര്യക്ഷമമാക്കും. വാഹനങ്ങളുടെ ഏകീകൃത രജിസ്ട്രേഷൻ പരിഗണിക്കും. സാങ്കേതിക കമ്മിറ്റി രൂപീകരിച്ചു. സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്തു. കൃത്യമായ സമയമെടുത്താവും നടപടിക്രമങ്ങൾ ചെയ്യുക. ആദ്യം ടെസ്റ്റ് നടത്തും, അതിനുശേഷമാവും കൃത്യമാക്കുക. പോലീസ് MED സംയുക്ത പരിശോധന തുടരും. കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ പണത്തിനോ അല്ലാതെയോ ഓടിക്കുന്നതിന് കൈമാറുവാൻ പാടുള്ളതല്ല. അഥവാ അങ്ങനെ കൊടുത്താൽ വാടകയ്ക്ക് നൽകിയതായി കണക്കാക്കാമെന്നും CH നാഗരാജു പറഞ്ഞു. ആലപ്പുഴയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥതല അവലോകന യോഗം ചേർന്നതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു CH നാഗരാജു.